അല്പസമയം കൂടെ കർത്താവ് നമുക്ക് ദാനമായി നൽകിയല്ലോ. ആരോഗ്യത്തോടെ കർത്താവ് തന്നെ ആത്മീയ ബലത്തോടെ കർത്താവിന്റെ ആലയത്തിൽ ഒരു രാത്രി കൂടി ഒരുമിച്ച് കൂടി വരുവാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഒരുക്കിയ അവസരങ്ങൾക്കായി സ്തോത്രത്തിന്റെ രാത്രിയിലും ഈ ആത്മീയ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന എല്ലാ വിലപ്പെട്ട ദൈവമക്കൾക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനം അറിയിക്കുകയാണ്. ദിവസങ്ങളിലുള്ള പ്രാർത്ഥനകൾ നമ്മുടെ ആത്മീയ ജീവിതത്തിന് ചൈതന്യമായി ബലമായി തീരുവാനും പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. അല്പനിമിഷം ദൈവവചനം നമുക്ക് ധ്യാനിക്കാം. രാത്രി അല്പനിമിഷത്തെ ചിന്തയ്ക്കായി തെരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം റോമാലേഖനം 8-ാം അധ്യായത്തിലെ ചില വേദഭാഗങ്ങളാണ്. നമുക്ക് റോമൻസ് ചാപ്റ്റർ 8 അതിന്റെ 28 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ ഈ ദിവസങ്ങളിൽ ഒരുമിച്ച് ധ്യാനിക്കുകയാണ്. വേഴ്സസ് 28 to 30. 8-ാം അധ്യായം 28 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ ആരെങ്കിലും ഒരാൾ വായിച്ച് സഹായിക്കും. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നുവെന്ന് നാം അറിയുന്നു. അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദിജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപമാക്കുവാൻ മുൻനിയമിച്ചുമിരിക്കുന്നു. മുൻനിയമിച്ചവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തേജസ്കരിച്ചുമിരിക്കുന്നു. വളരെ ശ്രദ്ധേയമായ ചിന്തകളാണ് ഇന്ന് രാത്രിയിൽ കർത്താവ് നമുക്ക് ധ്യാനത്തിനായി നൽകി തന്നിരിക്കുന്നത്. റോമാലേഖനത്തിന്റെ കാതലായ ഒരു അധ്യായമാണ് 8-ാം അധ്യായം. ഒരുപക്ഷെ റോമാലേഖനത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു വാക്യമാണ് 28-ാം വാക്യം. ദൈവത്തെ സ്നേഹിക്കുന്നവർക്കും നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്കും സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. കാണാതറിയുന്ന ഒരു വാക്യത്തിൽ തുടർന്നുള്ള 2 വാക്യങ്ങൾ ഈ വാക്യത്തെ സ്ഥാപിക്കുവാൻ ദൈവത്തിന്റെ ദാസനായ പൗലോസ് ഉപയോഗിക്കുകയാണ്. 29-ാം വാക്യം ഇങ്ങനെയാണ് പറയുന്നവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേക സഹോദരന്മാരിൽ ആദിജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ നിയമിച്ചിരിക്കുന്നു. ഒരു അനുരൂപമാകുന്ന ട്രാൻസ്ഫോർമേഷൻ എന്നുള്ളൊരു പദം അവിടെ പൗലോസ് രൂപപ്പെടുത്തുകയാണ്. 30-ാം വാക്യത്തിൽ പൗലോസ് പറയുക, അനുരൂപരാകുന്നത് എന്തിനാണ്? മുൻനിയമിച്ചവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തിരസ്കരിച്ചിരിക്കുന്നു. എത്ര ശ്രദ്ധേയമായ പദങ്ങളാണ്. മുൻനിയമിച്ചവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ. ഒരു പ്രോസസ്സാണ്, ഒരു പ്രക്രിയയാണ് പൗലോസ് അവിടെ ഓർപ്പിക്കുന്ന. പ്രക്രിയ ഒന്നും കൂടെ പറയാം. മുന്നറിഞ്ഞവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ. ഈ വാക്യങ്ങൾ നമ്മൾ ഒരുമിച്ച് ധ്യാനിക്കുമ്പോൾ 4 ഘട്ടങ്ങളാണ്. ഒരു ദൈവ പൈതലിനെ ദൈവം ഒരുക്കിയെടുക്കുന്ന 4 ഘട്ടങ്ങൾ. 1 മുന്നറിഞ്ഞവരെ വിളിച്ചും, 2 വിളിച്ചവരെ നീതീകരിച്ചും, 3 നീതീകരിച്ചവരെ തേജസ്കരിച്ചുമിരിക്കുന്നു. 1-ാമത്തെ പ്രക്രിയ, ഒരു വ്യക്തിയെ ദൈവം മുന്നറിയുന്ന ദൈവമാണ്. മുൻനിയമിച്ചവരെയാണ് ദൈവം വിളിക്കുന്നത്. 3-ാമത്തെ പദം, വിളിച്ചവരെയാണ് ദൈവം നീതീകരിക്കുന്നത്. ജസ്റ്റിഫിക്കേഷൻ എന്നൊരു പദമാണ് കൊടുത്തിരിക്കുന്നത്. ഇനി 4-ാമത്തെ പദം കുറച്ചുകൂടെ ശ്രദ്ധേയമാണ്. ദൈവത്തിന്റെ സ്തോത്രം. ജസ്റ്റിഫൈ ചെയ്തവരെ, നീതീകരിച്ചവരെ തേജസ്കരിച്ചുമിരിക്കുന്നു. ഗ്ലോറിഫിക്കേഷൻ എന്നൊരു പദമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ പദങ്ങളിലൂടെയാണ് ഈ ദിവസങ്ങൾ നമ്മൾ ഒരുമിച്ച് അല്പനിമിഷങ്ങൾ ധ്യാനിപ്പാൻ ദൈവനാമത്തിൽ ആഗ്രഹിക്കുന്നത്. 8-ാം അധ്യായം 28-ാം വാക്യത്തിന്റെ അർത്ഥം എന്താണെന്ന് 29-ഉം 30-ഉം വാക്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. ദൈവത്തിന്റെ സ്തോത്രം. ഞാൻ ആ വേദഭാഗം വായിച്ചപ്പോൾ എന്റെ മനസ്സിൽ തോന്നി തുടങ്ങിയ ഒരു ചിന്ത ഇങ്ങനെയാണ്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്കും നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്കും സകലവും നന്മയ്ക്കായി. പൗലോസ് ഉപയോഗിക്കുന്ന ഡെലിബറേറ്റ് ആയിട്ടുള്ള ഒരു വാക്കാണ്, നിർബന്ധപൂർവമായ ഒരു വാക്കാണ്. സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. ദൈവത്തിന്റെ സ്തോത്രം. ഇത് എഴുതിയത് റോമസഭയോടെ ആണ് എന്ന് നമുക്കറിയാം. റോമാലേഖനം വളരെ ഊറ്റമുള്ള ഘനമുള്ള ഒരു ലേഖനമാണ്. പൗലോസ്, ദൈവത്തിന്റെ സ്തോത്രം, ഈ സഭയ്ക്ക് ശക്തമായ ആത്മീയ ദൂതുകൾ കൈമാറുമ്പോൾ പറയുകയാണ്, സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. ദൈവത്തിന്റെ സ്തോത്രം. ഒത്തിരി വെല്ലുവിളികൾ നിറഞ്ഞ ഒരു കാലഘട്ടത്തിലൂടെ കടന്നുപോയൊരു സഭയാണ് റോമ സഭ എന്ന് പറയുന്നത്. അതിന് ഒത്തിരി കാരണങ്ങളുണ്ട്. കാരണം ഒരു ക്യാപിറ്റൽ, ഒരു സാമ്രാജ്യത്തിന്റെ തലസ്ഥാന നഗരിയിലാണ് ഈ സഭ രൂപപ്പെടുവാനിടയായി തീർന്നത്. ദൈവത്തിന്റെ സ്തോത്രം. ക്രിസ്ത്യാനിത്വം ഇല്ലീഗലായിരുന്ന, എന്ന് വെച്ചാൽ നിരോധിക്കപ്പെട്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ കർത്താവിനെ വിളിക്കുന്നതോ യേശുവിനെ വിളിക്കുന്നതോ പ്രാർത്ഥിക്കുന്നതോ സ്തോത്രം രാജ്യദ്രോഹ കുറ്റമായി കൽപ്പിക്കപ്പെട്ട ഒരു കാലഘട്ടത്തിൽ. നിങ്ങൾ ശ്രദ്ധിക്കണം, നിയമം കൊണ്ട് ഈ ആരാധന ക്രമങ്ങളെ നിരോധിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ സഭയെ വളർത്തുവാൻ ദൈവം പദ്ധതിയിട്ടു. അതിന്റെ ഒരു പദ്ധതിയാണ് റോമ സഭയിലൂടെ ദൈവം വെളിപ്പെടുത്തുന്നത്. നമുക്കറിയാം, പൗലോസ് ഒരു റോമ പൗരനായിരുന്നെങ്കിലും റോമിലേക്ക് യാത്ര ചെയ്യാനുള്ള അനുവാദം അന്നത്തെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. പത്രോസിനോ കൂടെയുള്ള അപ്പോസ്തലന്മാർക്കോ
ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്ക് അവർ കടന്നുപോയി എന്ന് ചരിത്ര പുസ്തകങ്ങൾ വായിക്കുന്നെങ്കിൽ റോമിൽ കടക്കുവാനോ വചനം പ്രസംഗിക്കുവാനോ സുവിശേഷീകരിക്കുവാനോ അത്ഭുതങ്ങൾ ചെയ്യുവാനോ വീര്യം പ്രവർത്തിക്കുവാനോ കഴിയുമായിരുന്നില്ല. പൗലോസ് ഒരു റോമ പൗരനായിരുന്നെങ്കിലും റോം എന്ന പട്ടണത്തിൽ വരുന്നതിന് അന്ന് നിയമം കൊണ്ട് രാജാവ് തടസ്സം സൃഷ്ടിച്ചു. ഒരിക്കലും സുവിശേഷം ഈ പട്ടണത്തിൽ എത്തരുത്, ഒരിക്കലും ദൈവത്തിന്റെ വചനം ഈ പട്ടണത്തിൽ എത്തരുത്. യെരൂശലേമിനെ കീഴ്മേൽ മറിച്ച ദൈവത്തിന്റെ വചനം, ദൈവത്തിന്റെ സ്തോത്രം, സകല നാമത്തിനും മേലായ നാമം, സകല മുഴങ്കാലും വണങ്ങി ആദരിക്കുന്ന നാമം ഒരിക്കലും റോമ പട്ടണത്തിൽ എത്തരുത്. യെരൂശലേമിനെ ദൈവത്തിന്റെ സ്തോത്രം ശക്തീകരിച്ച ശുദ്ധീകരിച്ച ആ ശക്തമേറിയ കരം ഒരിക്കലും റോമിൽ എത്താതിരിക്കാൻ ഭരണാധികാരികൾ ശ്രദ്ധിച്ചു. അതിനാദ്യമായി അവർ ചെയ്തത് ഒരപ്പോസ്തലന്മാർക്കും റോമിൽ യാത്ര ചെയ്യുവാനോ വരുവാനോ ശുശ്രൂഷിക്കുവാനോ കഴിയില്ല എന്നൊരു നിയമം അവിടെ പ്രഖ്യാപിക്കുവാനിടയായി. ദൈവത്തിന് സ്തോത്രം ചെയ്യുക. രാജാവിന് ചെയ്യാൻ പറ്റുന്നതൊക്കെ രാജാവ് ചെയ്തു, പക്ഷെ ദൈവത്തിന് ചെയ്യാനുള്ളത് ദൈവം ചെയ്തു. അതാണ് റോമസഭയുടെ, ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടെ പറയാം. റോമൻ ചക്രവർത്തിക്ക് ചെയ്യാൻ പറ്റിയതൊക്കെ ചക്രവർത്തി ചെയ്തു, പക്ഷെ ദൈവത്തിന് ചെയ്യാൻ പറ്റിയതെല്ലാം ദൈവം ചെയ്തു. അതിന്റെ തെളിവാണ് റോമ സഭ എന്ന് പറയുന്നത്. ദൈവത്തിന്റെ സ്തോത്രം. ആരെന്തൊക്കെ ചെയ്താലും ഒരു ദൈവത്തിന് വേണ്ടി ഇടപെടുന്നത് ദൈവത്തിന്റെ കരമാണ്. വിശ്വസിക്കുന്നുണ്ടോ? കാലഘട്ടങ്ങൾ എത്ര മാറിയാലും ആരെന്തൊക്കെ ചെയ്താലും ഏത് നിയമങ്ങൾ പാസ്സാക്കിയാലും ഞാൻ ഉറച്ചു വിശ്വസിക്കുന്ന പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി ഇടപെടുന്ന ഒരു ദൈവത്തിന്റെ കരമുണ്ട്. ദൈവത്തിന്റെ സ്തോത്രം ചെയ്യുക. നിയമം കൊണ്ട് പലതും നിരോധിച്ച് ഒരു ദൈവിക വാതിൽ തുറക്കുവാൻ കഴിയുന്ന ഒരു ദൈവത്തിന്റെ കരമുണ്ടെന്ന് ദൈവം തെളിയിച്ച ഒരു പട്ടണമാണ് റോമ പട്ടണം. ഒരു സഭ ഇവിടെ ഉടലെടുക്കാൻ പാടില്ല, ഒരു സുവിശേഷ യോഗം ഇവിടെ നടക്കാൻ പാടില്ല, ഒരു ഭവനങ്ങൾ പ്രാർത്ഥനയ്ക്കായി തുറക്കപ്പെടാൻ പാടില്ല എന്ന് രാജാവിനെ കൊണ്ട് വിധി എഴുതിയ പട്ടണത്തിൽ ശക്തമായ ഒരു സഭ ദൈവം രൂപപ്പെടുത്തുവാനിടയായി. അതിന് ദൈവത്തിന് പൗലോസിനെ വേണ്ടായിരുന്നു, ദൈവത്തിന് പത്രോസിനെ വേണ്ടായിരുന്നു, ദൈവത്തിന് അപ്പോസ്തലന്മാരെ വേണ്ടായിരുന്നു, തിയോളജി പഠിച്ച ആരെയും വേണ്ടായിരുന്നു, ദൈവത്തിൽ നിന്ന് നേരിട്ട് പ്രാപിച്ച ആരെയും വേണ്ടായിരുന്നു. എന്റെ ദൈവത്തിന്റെ പദ്ധതി നിറവേറ്റാൻ ദൈവത്തിന് ഇതൊന്നും ഒരു തടസ്സമല്ലായിരുന്നു. ദൈവത്തിനൊന്നും ഒരു തടസ്സമല്ല. പറഞ്ഞേ, ദൈവത്തിനൊന്നും ഒരു തടസ്സമല്ല. ഒരു നിയമങ്ങളും ദൈവത്തിന് തടസ്സമല്ല. രാത്രി പ്രവചന ശബ്ദം പോലെ ദൈവത്തിന്റെ സഭയോട് പരിശുദ്ധാത്മാവ് പറയാനുള്ളത്, ഒരു നിയമങ്ങളും ദൈവത്തിന് തടസ്സമല്ല, ഒരു വിധികളും ദൈവത്തിന് തടസ്സമല്ല, ഒരു സാഹചര്യങ്ങളും നിരോധനം ഏർപ്പെടുത്തിയ ഒരു കാലഘട്ടത്തിൽ പൗലോസ് എഫെസോസിൽ പാർക്കുന്ന ഒരു സമയം, ഏകദേശം 3 വർഷം തുറന്നോസ് ഒരു മനുഷ്യന്റെ പാഠശാലയിൽ ദൈവത്തിന്റെ വചനം ജനത്തെ പഠിപ്പിക്കുവാനിടയാണ്. ഏഷ്യ മൈനർ, അന്നത്തെ പ്രധാനപ്പെട്ട യൂറോപ്പിൽ നിന്നും ഏഷ്യ രാജ്യങ്ങളിൽ നിന്നും കടന്നു വന്ന ദൈവമക്കൾ അവിടെ കൂടി വന്ന് ദൈവത്തിന്റെ വചനം പഠിച്ചു. 2 വർഷം തുറന്നോസിന്റെ പാഠശാലയിൽ ദൈവത്തിന്റെ വചനം പൗലോസ് പഠിപ്പിച്ചു. അപ്പം ഈ വചന പഠനം, ദൈവത്തിന്റെ സ്തോത്രം, അവിടെ നിന്ന് പ്രാപിച്ച തീയോടെ റോമിലേക്ക് പോയ സാധാരണ ചില വ്യക്തികളെയാണ് ഈ സഭയ്ക്ക് ഡെവലപ്പ് ചെയ്യാൻ, രൂപം കൊടുക്കാൻ ദൈവം ഉപയോഗിക്കുവാനിടയായിട്ടുള്ളത്. ഒരു അഡ്രസ് ഇല്ലാത്ത, ഐഡന്റിറ്റി ഇല്ലാത്ത സാധാരണക്കാരായ മനുഷ്യരെ, അപ്പോസ്തലനെന്നോ പ്രവാചകനെന്നോ ശിഷ്യനെന്നോ പോലും പറയാൻ ഐഡന്റിറ്റി ഇല്ലാതിരുന്ന സാധാരണക്കാരായ ചിലരെ ദൈവത്തിന്റെ സ്തോത്രം വചനത്തിന്റെ ശക്തിയാൽ ദൈവം ആ പട്ടണത്തിൽ ഉപയോഗിക്കുവാനിടയായി. ദൈവത്തിന്റെ സ്തോത്രം ചെയ്യുക. അങ്ങനെയാണ് റോമിൽ സഭ രൂപപ്പെടുത്തുവാനിടയായി. അണ്ടർഗ്രൗണ്ടുകളിൽ ആരംഭിച്ച് ഒരു ശക്തമായ ദൈവസഭയായി ദൈവം ആ സഭയെ വളർത്തിയെടുക്കുവാനിടയായി തീർന്നു. ദൈവത്തിന്റെ സ്തോത്രം ചെയ്യുക. അപ്പം സഭ വളരും തോറും സഭയ്ക്കെതിരെയുള്ള വെല്ലുവിളികളും ശക്തമായി വന്നു. ദൈവമക്കൾ ശ്രദ്ധിക്കണം. നിയമം കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ അന്നത്തെ ഗവൺമെന്റ്, അന്നത്തെ അധികാരികൾ ചെയ്യുവാനിടയായി തീർന്നു. വളരെ കഠിനമായ പ്രതികൂല സാഹചര്യങ്ങളിലൂടെ ഈ ദൈവജനം കടന്നു പോകേണ്ടതായിട്ട് വന്നു. ദൈവത്തിന്റെ സ്തോത്രം. നമുക്കറിയാം, പ്രത്യേകിച്ച് ചരിത്രത്തിന്റെ താളുകൾ റോമിൽ പോയവർക്കറിയാം, കൊളോസിയം എന്നൊരു സ്ഥലമുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, ഒരുപക്ഷെ അതിന്റെ ഫോട്ടോ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. എത്രയോ ദൈവത്തിന്റെ സ്തോത്രം ക്രിസ്ത്യാനികളെ കൊലയ്ക്ക് കൊടുത്ത, മൃഗങ്ങളുടെ മുൻപിലിട്ട് വലിച്ച് കീറി മുറിക്കുവാൻ ഏൽപ്പിച്ചു കൊടുത്ത കൊളോസിയം ഇന്നും ദൈവത്തിന്റെ സ്തോത്രം ഒരു സ്തൂപമായി റോമിൽ നിൽക്കുന്നു.
കൊടുക്കുന്നുണ്ട്. നമുക്ക് ലഭിച്ച ഒരു പ്രിവിലേജും ഈ റോമിലെ സഭയ്ക്ക് ലഭിച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് ലഭിച്ച ഒരു സ്വാതന്ത്ര്യവും അന്നത്തെ സഭയ്ക്ക് ലഭിച്ചിട്ടില്ല. നമ്മൾ ഒത്തിരി സ്തോത്രം ചെയ്യണം. കാരണം നമ്മളൊന്നും അനുഭവിച്ചിട്ടില്ല എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. ദൈവത്തിന് സ്തോത്രം ചെയ്യുക. അവരനുഭവിച്ച കൊടിയ പീഡനങ്ങൾ, ദൈവത്തിന് സ്തോത്രം. ഒരു വിശ്വാസിയാണെന്നറിഞ്ഞാൽ ജോലി പോകുന്ന ഒരു കാലഘട്ടം, ഒരു വിശ്വാസിയാണെന്നറിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ അഡ്മിഷൻ കിട്ടാത്ത ഒരു കാലഘട്ടം, ഒരു വിശ്വാസിയാണെന്നറിഞ്ഞാൽ ജീവനമാർഗം ഇല്ലാതാകുന്ന ഒരു കാലഘട്ടം, തല വെട്ടപ്പെടുന്ന ഒരു കാലഘട്ടം, വിഷന്നിരിക്കുന്ന സിംഹങ്ങളുടെ മുൻപിൽ എറിഞ്ഞുകൊടുത്ത് കൊളോസിയത്തിൽ ആയിരക്കണക്കിന് ആളുകൾ കൈയടിച്ച് ഈ വ്യക്തികളെ ക്രൂരമായി ദൈവത്തിന്റെ സ്തോത്രം പിച്ചിപ്പറിക്കുമ്പോൾ ആനന്ദിക്കുന്ന ഒരു കാലഘട്ടം. അങ്ങനെ ഒരു കാലഘട്ടത്തെ കുറിച്ച് നമുക്ക് സ്വപ്നം കാണാൻ പോലും കഴിയില്ല. ദൈവത്തിന് സ്തോത്രം ചെയ്യാം. എല്ലാവരും ഇവിടെ ഉണ്ടോ? നമ്മൾ വിചാരിക്കും ഈ കടന്നുപോയ 6 മാസത്തെ സാഹചര്യമാണ് ഏറ്റവും വലിയ പ്രതികൂലം. നല്ലേ അല്ല. നമ്മളതിന്റെ 100-1 പോലും ഒരു വിശ്വാസിയാണെന്ന് അറിയുന്നത് തന്നെ ഒരു വേദനയായി, ഒരു അപമാനമായി തീരുന്ന ഒരു കാലഘട്ടം. ദൈവത്തിന്റെ സ്തോത്രം. ജോലി നഷ്ടപ്പെടുന്ന, കുഞ്ഞുങ്ങളുടെ ഭാവി നഷ്ടപ്പെടുന്ന, കുടുംബങ്ങൾ തകർന്നു പോകുന്ന ഒരു കാലഘട്ടം. അവരുടെ ജീവിതം അവർ പടുത്തെടുത്തത് കണ്ണുനീര് കൊണ്ടാണ്. അവരുടെ ജീവിതം അവർ പടുത്തെടുത്തത് മുഴങ്കാലുകളിലിരുന്ന, അവരുടെ ജീവിതം അവർ പടുത്തെടുത്തത് ദൈവത്തിന്റെ സ്തോത്രം ദൈവമായുള്ള ബന്ധത്തിലിരുന്ന. അവർക്കുണ്ടായത് ആശങ്കകളല്ല, അവർക്കുണ്ടായത് ദൈവത്തിന്റെ സ്തോത്രം കേവലം BP കുറയുകയും കൂടുകയും ചെയ്യുന്ന ഒരു പ്രതിഭാസമല്ല. അവരുടെ ജീവിതം തകർന്നു പോയ ഒരു കാലഘട്ടത്തിൽ അവരെ നിലനിർത്തിയത് കർത്താവുമായുള്ള ബന്ധമാണ്. ആ പാദപീഠത്തിലിരുന്ന് ദൈവത്തിൽ നിന്ന് കൃപ പ്രാപിച്ച് ദൈവത്തിൽ ഉയരത്തിലെ ശക്തി ഏറ്റെടുത്ത് പൗലോസിന്റെ ഭാഷയിൽ ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമല്ല, അത് ദൈവത്തിന്റെ ദാനമത്രേ എന്ന് വേണ്ടതിന് അത് നിക്ഷേപമായി ഞങ്ങളുടെ മൺപാത്രങ്ങളിൽ. കാലങ്ങൾ കഴിഞ്ഞ് വർഷങ്ങൾ മുന്നോട്ട് പോയി. ഞാൻ ഈ വാക്യത്തിലേക്ക് കൂടി വരട്ടെ. കാലങ്ങൾ കടന്നുപോയപ്പോൾ ദൈവത്തിന്റെ സ്തോത്രം ഒരു നല്ല സാക്ഷ്യം പോലും അവർക്ക് പറയാനില്ലാത്ത ഒരു കാലഘട്ടം അവരുടെ ജീവിതത്തിൽ ഉണ്ടായി കേട്ടോ. ദൈവത്തിന്റെ സ്തോത്രം. നമ്മുടെ ഭാഷയിൽ പറഞ്ഞ ഡിസംബർ 31 ഒരു വർഷത്തെ വിലയിരുത്തി സാക്ഷ്യമൊക്കെ പറയുമ്പോൾ ഇന്നതൊക്കെ ചെയ്തില്ല, ഇന്നതൊക്കെ ചെയ്തു എന്നൊക്കെ നമുക്ക് വേർതിരിച്ച് പറയാം. പക്ഷെ അവർക്ക് നന്മയായി ഒന്നും തോന്നാത്ത, ദൈവം അവർക്ക് ഒരു നന്മയെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് സംശയിക്കുന്ന ഒരു കാലഘട്ടം. ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഒരു വർഷത്തിൽ ഒരു നന്മയെങ്കിലും പ്രാപിച്ചവരായി ഇവിടെ ഉള്ളവരെന്ന എന്റെ വിശ്വാസം അങ്ങനെയാണ്. ഒരു നന്മയെങ്കിലും ദൈവം ചെയ്യാത്ത ആരും ഒരു വർഷത്തിൽ, ഞാൻ പറഞ്ഞ ഒരു ദിവസമല്ല, ഒരു വർഷത്തിൽ ഒരു നന്മയെങ്കിലും ചെയ്യാത്ത ആരും ഈ ഹോളിലുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷെ ഈ ജനം ഒരു നന്മ സാഹചര്യങ്ങളെ വിലയിരുത്തുമ്പോൾ ദൈവം അവർക്ക് അനുകൂലമായി ഒരു നന്മ ചെയ്തു എന്ന് ഒരു കാര്യം പോലും എടുത്തു പറയാൻ കഴിയാത്ത ഒരു കാലഘട്ടത്തിൽ മനസ്സുകൊണ്ട് അവർ ക്ഷീണിച്ച ഈ ജനത്തെ ആത്മാവിൽ ബലപ്പെടുത്തുവാൻ പൗലോസ് എന്ന ദൈവദാസൻ ദൂതെഴുതുകയാണ്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്കും നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്കും, അടുത്ത വാക്ക്, സകലവും 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 ഈ ശോധനയും നന്മയ്ക്കാണ്, ഈ വേദനയും നന്മയ്ക്കാണ്, വഴികൾ അടയപ്പെട്ടത് നന്മയ്ക്കാണ്, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പ്രാപിച്ചതും അനുഭവിച്ചതും എല്ലാം നന്മയ്ക്കാണെന്ന് ജനത്തെ ബോധ്യപ്പെടുത്തുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദാസനെ ഉപയോഗിക്കുകയാണ്. സകലവും നന്മയ്ക്കാണ്, സകലവും നന്മയ്ക്കാണ്. ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാം നന്മയ്ക്കാണ്, എല്ലാം നന്മയ്ക്കാണ്. എന്താ നന്മ എന്ന പദത്തിന്റെ അർത്ഥം? നന്മയ്ക്കകത്തൊരു സന്തോഷമുണ്ട്, നന്മയ്ക്കകത്തൊരു ആവേശമുണ്ട്, നന്മയ്ക്കകത്തൊരു ഉത്സാഹമുണ്ട്. അതൊരു ഗിഫ്റ്റാണ്. അത് നമ്മൾ പ്രാപിക്കുന്ന ഒരു അനുഗ്രഹമാണ്. നന്മ എന്നൊരു വാക്കിന് അനുഗ്രഹം എന്നൊരു വാക്ക് അർത്ഥമുണ്ട്. സ്തോത്രം ചെയ്യുക. ഈ ശോധനകളെ ഇങ്ങനെ അരച്ച് കലച്ച് ദൈവത്തിന്റെ സ്തോത്രം. മൂത്താകുമ്പാക്കൽ കൊച്ചുകുഞ്ഞുപദേശി പാടിയ ദുഃഖത്തിന്റെ പാനപാത്രം കർത്താവ് എന്റെ കയ്യിൽ തന്നാൽ, അടുത്ത വാക്ക് ഈ വാക്യത്തോടൊക്കെ ചേർന്ന് പറയുന്ന വാക്കുകൾ, സന്തോഷത്തോട് അത് വാങ്ങി ഹല്ലേലൂയ. ദോഷമായിട്ടൊന്നും എന്നോട് എന്റെ താതൻ ചെയ്യുകയില്ല, അവൻ എന്നെ അടിച്ചാലും ഞാൻ അവനെ സ്നേഹിക്കുന്നു. ആ പാട്ടിനകത്ത് ഒരു വരി എന്നെ ഒത്തിരി സ്പർശിച്ചിട്ടുണ്ട്. മുന്നിൽ ഒരു ചോട് വെക്കാൻ മാത്രം ഇട കാണുന്നു ഞാൻ, ആയത് മതി എനിക്ക്, ശേഷമെല്ലാം
ഓ, എത്ര ശ്രേഷ്ഠമായ വാക്കുകളാണ്! ഈ വാക്യത്തോട് ചേർന്ന് നിൽക്കുന്ന എത്രയോ അനുഭവങ്ങൾ അവരെ ദൈവത്തിന്റെ ആത്മാവ് ബലപ്പെടുത്തുകയാണ്. സകലവും നന്മയ്ക്കാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. അപ്പോസ്തലന്മാരുടെ മെസ്സേജ് അവർക്ക് കേൾക്കാൻ ഡയറക്റ്റ് ആക്സസ് ഇല്ലായിരുന്നു. ദൈവത്തിന് സ്തോത്രം. നമുക്ക് യൂട്യൂബിൽ ഇന്ന് ഒത്തിരി മെസ്സേജ് ഉണ്ട്. നമ്മുടെ മനസ്സൊന്ന് ക്ഷീണിച്ചാൽ രാവിലെയോ ഉച്ചയ്ക്കോ വൈകിട്ടോ വീട്ടിലാണ് ജോലി സ്ഥലത്താണെങ്കിൽ ഒരു പാട്ട് കേൾക്കാം. അറിയാതെ നമ്മൾ ബലപ്പെടും. ദൈവം നമുക്ക് ഇഷ്ടമുള്ള ഒരു മെസ്സേജ്, സ്പീഡുള്ള മെസ്സേജ് ഉണ്ട്, സ്ലോ ഉള്ള മെസ്സേജ് ഉണ്ട്, ബൈബിൾ സ്റ്റഡി ഉണ്ട്, റിവൈവൽ മീറ്റിങ്ങുകളുണ്ട്. നമുക്ക് ഓപ്ഷൻസ് ഒത്തിരി ഉണ്ട്. ഒരു മെസ്സേജ് ഒക്കെ കേൾക്കുമ്പോൾ നമുക്ക് ബലപ്പെടും. നമുക്ക് ഇഷ്ടമുള്ള പ്രാസംഗികരുണ്ട്. ചിലപ്പോൾ 2-3 വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ അറിയാതെ ബലപ്പെടും. ഈ ആക്സസ് ഒന്നും ഈ ജനത്തിനില്ല കേട്ടോ. ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഈ ആക്സസ് ഒന്നും ഈ ജനത്തിന് ദൈവത്തിന് സ്തോത്രം ചെയ്യുക. അവർക്കാകെയുള്ള പ്രതീക്ഷ അപ്പോസ്തലന്മാരല്ല. അവരാകെയുള്ള പ്രതീക്ഷ ദൈവം മാത്രമാണ്. നേരിട്ട് ദൈവമായുള്ള ബന്ധത്തിൽ മാത്രമേ അവർക്ക് നിലനിൽക്കാൻ കഴിയുമായിരുന്നുള്ളൂ. അവരെ സഹായിക്കാനോ ധൈര്യപ്പെടുത്താനോ ശക്തിപ്പെടുത്താനോ ആരും ഉണ്ടായിരുന്നില്ല. ദൈവത്തിന് സ്തോത്രം. പക്ഷെ പൗലോസ് അഭിഷേകത്തോടെ വിളിച്ചു പറയുക, ഈ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം അനുവദിച്ചതും നന്മയ്ക്കാണ്. സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. റോമിലെ സഭയാണ് ഏറ്റവും വലിയ പീഡനങ്ങളിലൂടെ കടന്നുപോയി. പക്ഷേ യെരൂശലേമിലെ സഭ കഴിഞ്ഞാൽ ഏറ്റവും അധികം പീഡിപ്പിക്കപ്പെട്ട ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നത് ദൈവത്തിന്റെ സ്തോത്രം ദൈവമക്കളുടെ സംഘം, റോമിലുള്ള സംഘമായിരുന്നു. അവരോട് പറയാ, സകലവും നന്മയ്ക്കായി. ദൈവത്തിന്റെ സ്തോത്രം. ഞാനിങ്ങനെ ചിന്തിക്കുക, ദൈവമക്കളുടെ മുഖമൊക്കെ എന്റെ മനസ്സിലുണ്ട്. ചിലരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതും നന്മയ്ക്കാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? എല്ലാം നന്മയ്ക്കാണെന്ന് പറയാൻ പറ്റുമോ? ചിലതൊക്കെ നന്മയ്ക്കാണെന്ന് നമുക്ക് തോന്നും. നന്മ എന്ന വാക്കിന് കൊടുത്തിരിക്കുന്ന ഒരു അർത്ഥം അനുഗ്രഹമല്ല, സിമ്പിൾ ആയിട്ടുള്ള ഒരു അർത്ഥം. അതൊരു ഗിഫ്റ്റാണ്, ദൈവത്തിൽ നിന്ന് പ്രാപിക്കുന്ന ഒരു അനുഗ്രഹമാണ്. അതിനകത്ത് ഒരു സന്തോഷമുണ്ട്, അതിനകത്ത് ഒരു ഉത്സാഹമുണ്ട്. പക്ഷെ സകലവും നന്മയ്ക്കാണ് എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന A to Z നന്മയ്ക്കാണോ? ഇന്ന് രാത്രി നമ്മളത് ചിന്തിക്കാൻ പോകും. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് അത് പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ട്. ഓരോ സാഹചര്യങ്ങൾ ഓരോ ദിവസത്തെ മാറി കയറിയിരിക്കും. ഒരു ഗ്രാഫ് വരച്ചാൽ ഏറ്റക്കുറച്ചിലുകൾ ഒത്തിരി നമ്മുടെ ജീവിതത്തിലുണ്ട്. പക്ഷെ സകലവും നന്മയ്ക്കാണോ? സകലവും നന്മ. ചില രോഗങ്ങൾ നന്മയ്ക്കാണോ? ചില മാനസിക പീഡനങ്ങൾ നന്മയ്ക്കാണോ? ചില തകർച്ചകൾ നന്മയ്ക്കാണോ? ചില സാമ്പത്തിക വേദനകൾ നന്മയ്ക്കാണോ? ദൈവത്തിന്റെ സ്തോത്രം. നമ്മൾ ആഗ്രഹിക്കാത്ത ചില പ്രതികൂല സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കപ്പെടുന്നതും നന്മയ്ക്കാണോ? നന്മയ്ക്കാണോ? ദൈവത്തിന്റെ സ്തോത്രം. ഇന്ന് രാത്രി നമ്മളതാണ് ചിന്തിക്കാൻ പോകുന്നത്. പക്ഷെ ബൈബിൾ പറയുന്നു, പൗലോസ് പറയുന്നു, സകലവും നന്മയ്ക്കായി. ഞാൻ വാക്യം വായിച്ചു തുടങ്ങിയപ്പോൾ ഇങ്ങനെയാണ് പൗലോസ് എഴുതുന്നത്. ഒന്നാമത്തെ പദം നിങ്ങളൊന്ന് ശ്രദ്ധിച്ച്, പൗലോസ് ഉപയോഗിക്കുന്ന വാക്ക്, ആ രൂപപ്പെടുത്തുന്ന പദങ്ങളൊക്കെ ശ്രദ്ധിച്ച്. ആ തുടങ്ങുന്നത് എങ്ങനെ പൗലോസ്? 28-ാം വാക്യം. അപ്പം പൗലോസ് ഉപയോഗിക്കുന്ന ഒരു പദം ദൈവത്തെ അല്ലാത്ത കാറ്റഗറി ഇല്ല. ഒറ്റ കാറ്റഗറിയാ പൗലോസ് എടുക്കുന്നത്. വിശ്വാസികളല്ല, വിശുദ്ധന്മാരല്ല, സഭയല്ല, ദൈവത്തെ സ്തോത്രം. ഇത് രണ്ടും രണ്ടാണോ? ആണെന്നാണ് എന്റെ അഭിപ്രായം. സഭയല്ല ദൈവത്തെ സ്നേഹിക്കുന്ന കൂട്ടം. സഭയ്ക്കകത്ത് എല്ലാവരും ഉണ്ട്, ആകുന്നതുകൊണ്ട് ആകാത്തതുകൊണ്ട്. അതുകൊണ്ട് തീത്തോസിന്റെ ലേഖനത്തിൽ പറഞ്ഞ മൂർഖന്മാർക്ക് നമ്മൾ എന്ത് ചെയ്യണം? ദൈവാസന്മാരോട് പറയാം, സഭയ്ക്കകത്ത് ആരുണ്ട്? അതൊക്കെ ആദ്യം പറഞ്ഞത് ഞെട്ടിപ്പോയി. ഇതെല്ലാം സഭയ്ക്കകത്ത് ആകാത്തതുകൊണ്ട്. അപ്പം അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞ, കർത്താവിന്റെ വരവിങ്കിൽ ഒരു വേർതിരിവ് ഇതിനകത്തുണ്ടാകും. സ്തോത്രം. ആകാത്തതിനെ തീയിലിട്ട് ചുട്ടുകളയും, നല്ലതിനെ കളപ്പുരയിൽ കൂട്ടിവെക്കും. സഭ എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു സഭയല്ല, ലോകവ്യാപകമായി വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട ദൈവകൃപയിലേക്ക് അല്ല, മാറാനാഥയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ലോകവ്യാപകമായി പടർന്നു കിടക്കുന്ന ഒരു കൂട്ടമാണ് സഭ. ഇതിനകത്ത് പലവിധ വ്യക്തികളുണ്ട്. പക്ഷേ എല്ലാവരും ദൈവത്തെ സ്നേഹിക്കുന്നവരാകണമെന്നില്ല. സ്നേഹത്തിന് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാം. ഈ ദൈവസ്നേഹം എന്ന് പറയുന്നത് വളരെ ആഴമായ ഒരു വാക്കാണ്. ദൈവം സ്നേഹിച്ചു എന്നല്ല ഇവിടെ എഴുതിയിരിക്കുന്നത്, ദൈവത്തെ. ആ വാക്കിനെ ചിന്തിപ്പിച്ചു. ദൈവം സ്നേഹിച്ചവർ, മുന്നറിഞ്ഞവർ എന്നല്ല പൗലോസ് കൊടുക്കുന്നത്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി. ഇവിടെ ഉപയോഗിക്കുന്ന പദം അഗാപ്പെ എന്നൊരു
പദമാണ്. ദൈവത്തിന് സ്തോത്രം. സ്നേഹം എന്ന പദത്തിന് ഒത്തിരി അർത്ഥതലങ്ങൾ ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദൈവത്തിന് ജഡസ്നേഹമുണ്ട്, കൺമോഹമുണ്ട്, ലോകമോഹമുണ്ട്. ദൈവത്തിന് സ്തോത്രം. സഹോദര സ്നേഹമുണ്ട്. ഫിലദൽഫിയ സഭ അതിനുവേണ്ടി പേരെടുത്ത ഒരു സഭയാണ്. സഹോദരങ്ങൾ തമ്മിലുള്ള കൂട്ടുവിശ്വാസികൾ തമ്മിലുള്ള ആ സ്നേഹബന്ധമുണ്ട്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ഒത്തിരി സ്നേഹബന്ധങ്ങൾ ബൈബിളിൽ രേഖപ്പെടുന്നത്. അതിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു സ്നേഹത്തിന്റെ പദം ബൈബിൾ പഠിപ്പിക്കുന്നത് അഗാപ്പെ എന്നൊരു പദം. നമ്മൾ ആ പദം കേട്ടിട്ടുണ്ട്. അതൊരു ഗ്രീക്ക് പദമാണ്. ആ പദത്തിന്റെ അർത്ഥം, ദൈവത്തിന്റെ സ്തോത്രം, ഒന്നും തിരിച്ചു പ്രതീക്ഷിക്കാതെ സ്നേഹിക്കുന്ന സ്നേഹമാണ് അഗാപ്പെ എന്ന് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം ചെയ്യുക. നമ്മൾ തിരിച്ച് ദൈവത്തിന് എന്തെങ്കിലും കൊടുക്കും എന്ന് കരുതി അല്ല ദൈവം നമ്മെ സ്നേഹിച്ചത്. നമ്മുടെ പാപങ്ങൾ കൊത്തവണ്ണം നമ്മോട് ചെയ്യാതെ ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ അവന്റെ ദയ അവന്റെ ഭക്തന്മാരോട് വലുതായിരിക്കുന്നത് ചെയ്യാം. ദൈവത്തിന്റെ സ്തോത്രം. അപ്പം നമ്മൾ ചെയ്യുന്നതോ പറയുന്നതോ അനുസരിച്ചല്ല ദൈവം നമ്മെ സ്നേഹിക്കുന്നത്. മറിച്ച് ദൈവത്തിന്റെ സ്നേഹം അൺകണ്ടീഷണൽ ആയിട്ടുള്ള ലവ്. ദൈവത്തിന്റെ സ്തോത്രം ചെയ്യുക. അതുകൊണ്ട് കൊരിന്ത്യർ ലേഖനത്തിൽ പൗലോസ് പറയുന്നത്, നമ്മൾ അവിശ്വസ്തരായി തീർന്നാലും അവൻ വിശ്വസ്തനായി പാർക്കുന്നു. എത്ര ശക്തമായ ഒരു പദമാണ്. നമ്മൾ അവിശ്വസ്തരായി തീർന്നാലും അവൻ വിശ്വസ്തനായി പാർക്കുവാനിടയായി. ശ്രദ്ധിക്കണം. ദൈവത്തിന്റെ സ്തോത്രം. അഗപ്പെ എന്ന പദത്തിന് കൊടുത്തിരിക്കുന്ന അർത്ഥം പകരം എന്തെങ്കിലും പ്രതീക്ഷിക്കാതെ നൽകുന്ന സ്നേഹമാണ് ദൈവസ്നേഹം എന്ന് പറയുന്നത്. അത് ക്രൂശിന്റെ സ്നേഹമാണ്. അത് കാൽവറി രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയ സ്നേഹമാണ്. ദൈവത്തിന്റെ സ്തോത്രം. അത് നമ്മൾ ആരാണെന്ന് ഓർത്തോ, നമ്മുടെ ഐഡന്റിറ്റി ഓർത്തോ, നമ്മുടെ വ്യക്തിത്വം ഓർത്തോ, നമ്മുടെ കുടുംബശ്രേഷ്ഠതയെ ഓർത്ത് അല്ല ദൈവം നമ്മെ സ്നേഹിച്ചത്. പറഞ്ഞു തീരാത്ത ദാനങ്ങൾ നിമിത്തം. ദൈവത്തിന്റെ സ്തോത്രം. ദൈവത്തിന് സ്തോത്രം ചെയ്യണമെന്ന് പൗലോസ് പറയാൻ കാര്യം, ദൈവത്തിന് സ്തോത്രം, അർഹതയില്ലാത്ത സ്ഥാനത്ത്. റോമാലേഖനത്തിൽ തന്നെ പൗലോസ് തിയോളജി ശക്തമായി വ്യാഖ്യാനിക്കുമ്പോൾ 9 മുതലുള്ള അധ്യായങ്ങൾ ഇങ്ങനെ ശാന്തമായി വീട്ടിൽ പോയി വായിക്കണ സമയം ലഭിക്കുമ്പോൾ, കാട്ടൊലിവായ നിങ്ങളെ ആ നല്ല ഒലിവിനോട് ചേർത്തൊട്ടിച്ച സ്നേഹമാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഹല്ലേലൂയ. നല്ല ഒലിവൃക്ഷം ഇസ്രായേലായിരുന്നു. പക്ഷെ അവർക്ക് വിശ്വാസത്തിൽ നിലനിൽപ്പാൻ കഴിഞ്ഞില്ല. അത് ഒടിഞ്ഞുപോയി, കൊമ്പുകൾ ഒടിഞ്ഞുപോയി. എന്നിട്ട് പൗലോസ് പറയാ, ഒരിക്കലും അർഹതയില്ലാത്ത കാട്ടൊലിവായ എന്ന് വെച്ചാൽ സ്വഭാവം കൊണ്ടോ വിശേഷത കൊണ്ടോ പ്രാപ്തി കൊണ്ടോ ജ്ഞാനം കൊണ്ടോ ഒരിക്കലും എത്താൻ കഴിയാത്ത സ്ഥാനത്ത് ഗ്രാഫ്റ്റ് ചെയ്ത് ബഡ് ചെയ്ത് ഒട്ടിച്ചതുപോലെ നമ്മെ ഒട്ടിച്ച ഒരു സ്നേഹമുണ്ട്. ദൈവത്തിന് സ്തോത്രം. ആ സ്നേഹത്തെ വിളിക്കുന്ന പേരാണ് അഗാപ്പെ. ഒരിക്കലും മാറിപ്പോകാത്ത നിലനിൽക്കുന്ന ഒരു സ്നേഹം. ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ആ സ്നേഹത്തെ പൗലോസ് എത്ര നന്നായി വിശദീകരിക്കുക. നിങ്ങളുടെ യോഗ്യത കൊണ്ട് എത്താൻ കഴിയാത്ത സ്ഥാനത്ത് നിങ്ങളെ ഒട്ടിച്ചു ചേർത്തു. നിങ്ങൾ നിൽക്കുന്നത് നല്ല ഒലിവില. നിങ്ങൾക്ക് ആ സ്ഥാനത്ത് നിൽപ്പാനുള്ള യോഗ്യതയില്ല. പക്ഷെ നിങ്ങളെ യോഗ്യനാക്കി തീർത്ത. സ്തോത്രം ചെയ്യുക. നിങ്ങളുടെ ഓഫീസിൽ അടുത്ത് ജോലി ചെയ്യുന്ന ഒരാളെ എന്തുകൊണ്ട് സെലക്ട് ചെയ്തില്ല? നിങ്ങളെ സെലക്ട് ചെയ്തു എന്ന് ചോദിച്ചാൽ അതിനൊരു ആൻസർ ഇല്ല. അത് അഗപ്പയാ. കാരണം അത് ദൈവത്തിന്റെ ഡിസ്ക്രിപ്ഷനാണ്. യാക്കോബിനെ സ്നേഹിച്ചു, ഏശാവിനെ ത്യജിച്ചു. അതിന് മറുപടിയില്ല, ആൻസർ ഇല്ല. ദൈവത്തിന്റെ മഹാദൈവം ദൈവം അങ്ങനെ ചെയ്തു. ദൈവത്തിന്റെ മഹാദൈവം ആരാധിക്കാൻ ആ കാരണം മാത്രം മതി. ദൈവത്തിന്റെ മഹാദൈവം ദൈവം നമ്മളോട് കാണിച്ച സ്നേഹമാണ് അഗപ്പെ എന്ന് പറയുന്നത്. ആ പദമാണ് പൗലോസ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്. എന്നിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഈ ജനത്തോട് പരിശുദ്ധാത്മാവ് ദൂത് പറയുക, നിങ്ങൾ ദൈവത്തെ സ്നേഹിച്ചത് എന്തെങ്കിലും കിട്ടും എന്ന് പ്രതീക്ഷിച്ചാല്. ദൈവത്തിന് സ്തോത്രം. പ്രത്യേകിച്ച് പെന്തക്കോസ്തിന്റെ ആദ്യ തലമുറകളൊക്കെ നമ്മുടെ ചരിത്രമൊക്കെ പഠിച്ചു വരുമ്പോൾ അവർ സത്യം പറഞ്ഞ നമ്മുടെ പിതാക്കന്മാരൊക്കെ ദൈവത്തെ സ്നേഹിച്ചത് നാളെ എന്തെങ്കിലും ലഭിക്കുമെന്നോ, ആരെങ്കിലും ആയി തീരുമെന്നോ, കുഞ്ഞുങ്ങളുടെ കല്യാണം നടക്കുമെന്നോ, ഒരു ശവസംസ്കാരം പോലും കിട്ടുമെന്നോ പ്രതീക്ഷിച്ചല്ല. മറിച്ച് അവർ ദൈവത്തെ സ്നേഹിച്ചത് ആഴിയെന്നോർത്തില്ല, ആഴം അറിഞ്ഞില്ല. ഇറങ്ങി ഞാൻ പ്രിയനെ സമുദ്രത്തിന് നടുവിൽ നിന്റെ വിളി കേട്ട്. അതെന്തോ സ്നേഹമാണ്. അതാണ് അഗപ്പെ. തിരിച്ച് ഒന്നും പ്രതീക്ഷിക്കാതെ ദൈവത്തെ ആത്മാർത്ഥമായി സ്നേഹിച്ച് ഇറങ്ങിയ ദൈവമക്കളോട് പരിശുദ്ധാത്മാവ് ദൂത് പറയുക. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് വെല്ലുവിളിയുള്ളത്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് പ്രതികൂലമുള്ളത്, അവർക്കെതിരെ ഒത്തിരി കുരുക്കുകൾ രൂപപ്പെടുന്നത്, അവർക്കെതിരെ നിയമം രേഖയായി പുറത്തു വരുന്നത്. പക്ഷെ അതിനകത്തും ആ സ്നേഹത്തിന് കുറവ് വരരുത്. നിങ്ങളുടെ ചുറ്റുമുള്ള സാഹചര്യങ്ങളല്ല
അവസ്ഥകളോ നിങ്ങളുടെ കുടുംബത്തിന്റെ പ്രാരാബ്ധങ്ങളോ അല്ല ഇവിടെയുള്ള ആരാധന നിശ്ചയിക്കുന്നത്. ദൈവത്തോടുള്ള അഗാധമായ എല്ലാവർക്കും ഓരോ മുള്ളുകൾ ദൈവം ജഡത്തിൽ അനുവദിച്ചിട്ടുണ്ട്. എല്ലാവർക്കും ദൈവം അനുവദിച്ച ഓരോ തലങ്ങളിൽ ചിലർക്കത് കൂടുതലായി, ചിലർക്കത് കുറവായിരിക്കും. ദൈവത്തിന് സ്തോത്രം. പക്ഷെ വചനം ശരിക്കും പഠിച്ചാൽ മുള്ളുകൾ ഒത്തിരി അനുഭവിക്കുന്നവര് ദൈവം സ്നേഹിക്കുന്നതാണ്. സ്തോത്രം. ചില നാളുകൾ ഒരു ദൈവദാസന്റെ ഒരു അനുഭവ പുസ്തകം, അദ്ദേഹത്തിന്റെ ടെസ്റ്റ് മണി ജീവിത അനുഭവങ്ങൾ എഴുതിയ പുസ്തകത്തിൽ അദ്ദേഹം ഇങ്ങനെ എഴുതിയിരിക്കുക, ഒരിക്കൽ 3-ാം സ്വർഗത്തോളം അദ്ദേഹം എടുക്കപ്പെട്ടു എന്ന് എഴുതിയിരിക്കുന്നത്. സത്യമാണോ എന്ന് എനിക്ക് അറിയില്ല, അതെന്നോട് ചോദിക്കരുത്. പക്ഷെ അതിനകത്ത് ഒരു ഭാഗം മാത്രം പറയാം. അപ്പം സ്വർഗത്തിൽ കൊണ്ടുവരുന്ന 3-ാം സ്വർഗമാണ് നമ്മുടെ വിശുദ്ധന്മാരുള്ള, നിങ്ങൾ മരിച്ച നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കും. നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നാം അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെട്ടു വരും. അപ്പൊ മരിച്ചു കഴിയുമ്പോൾ നമ്മൾ ക്രിസ്തുവിനോടുകൂടെ എന്ത് ചെയ്യുക? റെസ്റ്റ് ചെയ്യുക. ഈ ഭൂമിയിൽ നമുക്ക് വിശ്രമമില്ല. വിശ്രമം എവിടെയാണ്? കർത്താവിനോടുകൂടെ 3-ാം സ്വർഗത്തിലാണ് സഭ വിശ്രമിക്കുക. ദൈവമക്കൾ ഇവിടെ നമുക്ക് എന്തില്ല? റെസ്റ്റ് ഇല്ല. ഇവിടെ നമുക്ക് റെസ്റ്റ് ഇല്ല. നമുക്ക് റെസ്റ്റ് ഒരിടത്തേ ഉള്ളൂ. അപ്പം 3-ാം സ്വർഗത്തിൽ കൊണ്ടുവന്ന അബ്രഹാമിനെ, ഇസഹാക്കിനെ, യാക്കോബിനെ, പഴയ നിയമപിതാക്കന്മാരെ ഒക്കെ ഇങ്ങനെ കാണിച്ചു. ദൈവത്തിന്റെ സ്തോത്രം. പൗലോസിനെ കാണിച്ചു, ദാവീദിനെ കാണിച്ചു, ദൈവത്തെ യിരെമ്യാവിനെ കാണിച്ചു, എഹെസ്കേലിനെ കാണിച്ചു, യോഹന്നാനെ കാണിച്ചു, പത്രോസിനെ കാണിച്ചു. പക്ഷെ മറ്റുള്ള ആർക്കും ഇല്ലാത്തൊരു പ്രത്യേകത പൗലോസിനുണ്ടായിരുന്നു. ഈ പൗലോസ് നേരിട്ട അടികളും വേദനകളും അതൊക്കെ പാടുകളായിട്ട് ശരീരത്തിൽ എന്ത് ചെയ്യാം? ഇങ്ങനെ നിൽക്കുക. പാടുകൾ മാറിയിട്ടില്ല. ഈ ദേവദാസൻ ദൈവത്തോട് ചോദിച്ചതാണ് ഇതിനകത്ത് എഴുതിയിരിക്കുന്നത്. ഇതെന്താ ഈ പൗലോസിനെ മാത്രം ഇങ്ങനെ കാണിക്കുന്നു? ബാക്കിയുള്ള നല്ല തേജസ്സുള്ള ശരീരത്തോടെ നിൽക്കുന്നു. പക്ഷെ പൗലോസ് മാത്രം അടികൊണ്ട് മുറിഞ്ഞ പാടുകളെല്ലാം ശരീരത്തിൽ, സ്വർഗത്തിൽ. അപ്പം കർത്താവ് പറഞ്ഞെന്ന് പറഞ്ഞു, ഞാൻ അവനെ ഒത്തിരി സ്നേഹിക്കുന്നു, എന്റെ നാമത്തിന് വേണ്ടി. നാമത്തിന് പൗലോസ് അങ്ങനെയാണോ എന്ന് ചോദിക്കരുത്. അവിടെ ഞാൻ കണ്ടിട്ടില്ല. ദൈവത്തിന്റെ സ്തോത്രം. പക്ഷെ അതിനകത്ത് എഴുതിയിരിക്കുന്ന ഒരു ചിന്ത, എത്ര മുള്ളുകൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കുന്നോ അത്രമാത്രം ദൈവത്തിന്റെ സ്തോത്രം. കഴിഞ്ഞ ദിവസം ഒരു ചിന്തകൻ പ്രസംഗിച്ചപ്പോ പറഞ്ഞു, വലിയ പ്രശ്നമൊന്നുമില്ല, ഒരു കുഴപ്പമില്ലാതെ ഇങ്ങനെ പോകുന്നെങ്കിൽ ഓർത്തോണം എന്തോ കുഴപ്പം. ഇങ്ങനെയൊക്കെ അങ്ങ് ഒന്ന് പറയുമ്പോ ഓർത്തോണം എന്തോ ദൈവവുമായുള്ള ബന്ധത്തിൽ പഠിപ്പിക്കാൻ പറഞ്ഞല്ല, ചിന്ത പറഞ്ഞാണ്. ദൈവത്തിന് വലിയ സ്നേഹമൊന്നും ഇല്ല. ദൈവത്തിന് സ്തോത്രം. ദൈവം സ്നേഹിക്കുന്നവരെ ശോധന ചെയ്യും. നമ്മുടെ ജീവിതത്തിൽ ദൈവം അനുവദിക്കുന്ന ഒത്തിരി മുള്ളുകളുണ്ട്, ശോധനകളുണ്ട്. പക്ഷേ കർത്താവിന്റെ വചനത്തിൽ പൗലോസ് പറയാ, സകലവും നന്മയ്ക്കായിട്ടാണ് കൂടി വ്യാപിക്കുന്നത്. അത് തിന്മയ്ക്കല്ല, നന്മയ്ക്കാണ്. സകലവും നന്മയ്ക്കായി കൂടി. അപ്പൊ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ഒരു ഗ്യാരണ്ടി ദൈവം നൽകിയ, ജീവിതത്തിൽ ദൈവം അനുവദിക്കുന്ന എല്ലാ സാഹചര്യങ്ങളിലും ഒരു നന്മയുണ്ട്. സ്തോത്രം. ഈ നന്മ എന്ന് പറയുന്നത് ഒരു സ്പിരിച്വൽ ബ്ലെസ്സിംഗ് ആണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഒരു വ്യക്തി എന്നുള്ള നിലയിൽ നമ്മളെ രൂപപ്പെടുത്തി എടുക്കണമെങ്കിൽ ദൈവം പലതും നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ച്, നമ്മള് ശരിക്കും ഒന്ന് കരയണമെങ്കിൽ ചില മുള്ളുകൾ ദൈവം അനുവദിച്ചാൽ മാത്രമേ, അല്ലെ നമ്മളെ കരയിപ്പിക്കാൻ പറ്റുമോ? അപ്പോൾ ചിരിപ്പിക്കാൻ പറ്റുമോ? ചിരിക്കില്ല. പാസ് പറ്റുമെന്ന് ചിരിപ്പിച്ചാൽ നമുക്ക് കൈയടിപ്പിച്ചു. നമ്മളെ അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ലെന്ന്. നമ്മുടെ കൈയൊക്കെ അടിച്ചു പോകുന്നത് അടിച്ചേ പറ്റൂ എന്ന് ചില സാഹചര്യങ്ങൾ ദൈവം, അത് നമ്മൾ കൈ പോലും അടിക്കുമോ? മിണ്ടാതിരുന്ന് ഞാൻ ദൈവം എന്ന് വേണേ എന്നെ പഠിപ്പിക്കും. ഭാഷകാലത്തിന്റെ വാക്കുകൾ മിണ്ടാതിരുന്ന് ജാതികളുടെ സ്തോത്രം. പിന്നെ നമുക്ക് ഒത്തിരി സ്തോത്രം പരിഷ്കാരമൊക്കെ നമ്മുടെ ഈ കൈ അടിക്കുന്നതല്ല, അറിയാതെ അടിച്ചു പോകുന്നതാണ്. സ്തോത്രം. ചിലപ്പോൾ നമ്മൾ പറയുന്നതല്ല, പറഞ്ഞു പോകുന്നതാണ്. ദൈവം അനുവദിക്കുന്ന നാളുകളെ ചില കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോൾ നമ്മൾ അറിയാതെ അങ്ങ് സ്തോത്രം പറഞ്ഞു പോകും. ഓടി വരുന്നതും അതുകൊണ്ടൊക്കെയാണ്. എല്ലാം പെർഫെക്റ്റ് ആണെങ്കിൽ എന്റെ വിശ്വാസം അധികം പേര് ഓടി വരത്തില്ല. പക്ഷെ പറ്റുമെങ്കിൽ വെള്ളിയാഴ്ച ഒന്ന് നോക്കാം. കഴിഞ്ഞ ദിവസം ഓരോരുത്തർ പ്രസംഗിക്കാൻ സൗരം പാസ്റ്റോട് പറയുന്നത് കേട്ടു, പറ്റിയ അടുത്ത ആഴ്ച കാണാം. പ്രസംഗം പോയി പാസ്റ്റോടുണ്ട്, കൈ കൊടുത്ത് യോഗ കഴിഞ്ഞ് പോവാ. അപ്പൊ പാസ്റ്റോട് പറയാം, പാസ്റ്റർ പറ്റിയ അടുത്ത ആഴ്ച. അപ്പൊ ഓർത്തോടെ എല്ലാം നന്നായിട്ട് പോകുന്നതാണ് എന്റെ. അതുകൊണ്ടാ
സ്തോത്രം. പക്ഷെ ചില മുള്ളുകളൊക്കെ ഉണ്ടെങ്കിൽ പാസ്റ്റർ ഉപവാസം എന്തായാലും ഈ മാസം ചോദിക്കും. കാരണം വന്നേ പറ്റും, പ്രാർത്ഥിച്ചേ പറ്റും. സകലവും പറഞ്ഞു ദൈവം അനുവദിക്കുന്ന എല്ലാം, ദൈവം അനുവദിക്കുന്ന മുള്ളുകളും ശോധനകളും എല്ലാം സ്തോത്രം. കാരണം വിളിച്ചവരെ നീതീകരിച്ചു, നീതീകരിച്ചവരെ ആ വാക്കുകളാണ് നമ്മൾ അടുത്ത 2 ദിവസങ്ങൾ ദൈവം അനുവദിച്ച സമയം ലഭിക്കുക. തേജസ് കയറണമെങ്കിൽ, തേജസ് ഉള്ളവരാകണമെങ്കിൽ, നീതീകരിക്കപ്പെട്ടവരാകണമെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അനുവദിക്കുന്ന സകലവും രാത്രിയിൽ വിശ്വാസമുള്ള ദൈവമക്കൾ പറഞ്ഞു, എന്റെ ജീവിതത്തിൽ ദൈവം അനുവദിക്കുന്നതെല്ലാം നന്മയ്ക്കാണ്, ദൈവം അനുവദിക്കുന്നതെല്ലാം നന്മയ്ക്കാണ്, ദൈവം അനുവദിക്കുന്നതെല്ലാം നന്മയ്ക്കാണ്, ദൈവം അനുവദിക്കുന്ന. അങ്ങനെ ഒന്ന് പ്രാർത്ഥിച്ച് ദൈവം അനുവദിക്കുന്നതെല്ലാം നന്മയ്ക്കാണ്. ഒരു പോസിറ്റീവ് പോലും എടുത്ത് പറയാനില്ലെങ്കിൽ റോമസഭയുടെ പൗലോസ് പറയുക, എന്റെ ജീവിതത്തെ കുറിച്ച് ദൈവത്തിന് ഒരു പ്ലാനുണ്ട്, എന്നെ കുറിച്ച് ഒരു ഉദ്ദേശമുണ്ട്, എന്നെ കുറിച്ച് ഒരു പദ്ധതിയുണ്ട്. എന്റെ ജീവിതത്തിൽ ദൈവം അനുവദിക്കുന്നതെല്ലാം നന്മയ്ക്കാണ്. ദൈവത്തിന് സ്തോത്രം. കഴിഞ്ഞ ദിവസം ഞാനൊരു അനുഭവ കഥ വായിച്ചു. തമിഴ്നാട്ടില് ഉള്ള 2 മിഷണറി സഹോദരങ്ങൾ ഇന്ന് ഏകദേശം 170 കുഞ്ഞുങ്ങളെ അവരെടുത്ത് വളർത്തുന്നുണ്ട്. അവരുടെ ആ സ്ഥാപനത്തിൽ 170 കുഞ്ഞുങ്ങളെ. ദൈവത്തിന്റെ സ്തോത്രം. പക്ഷെ അവരുടെ ചരിത്രം വായിച്ചപ്പോൾ എനിക്ക് ഒത്തിരി വേദന തോന്നി. ദൈവത്തിന്റെ സ്തോത്രം. അവരൊരിക്കലും ഒരു മിഷണറി ആവണമെന്ന് ആഗ്രഹിച്ച ഒരു കുടുംബമല്ല. എങ്കിലും കർത്താവിന്റെ വേല ചെയ്യണം എന്നൊരാഗ്രഹമുണ്ട്. രാജസ്ഥാനിൽ നിന്ന് തമിഴ്നാട്ടിൽ വന്ന ദീർഘവർഷങ്ങൾക്ക് മുൻപ് ഈ സുവിശേഷ വേല ചെറിയ നിലയിൽ ചെയ്യണം എന്നൊരാഗ്രഹത്തോടെ കുഞ്ഞുങ്ങളെ ഒക്കെ പഠിപ്പിക്കണം എന്ന് വെച്ചാൽ അവര് പ്രാക്ടിക്കലി ടീച്ചേഴ്സ്. അപ്പൊ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നതോടൊപ്പം ഈ സുവിശേഷമൊക്കെ ഇടയ്ക്കൊന്ന് പറയണം. പാർട്ട് ടൈം ഒരു മിനിസ്ട്രി പോലെ ഒരു മിഷണറി ആയിട്ട് തമിഴ്നാട്ടിൽ വന്ന് ഭാഷയൊക്കെ പഠിച്ച് അവരുടെ പ്രവർത്തിച്ച കുഞ്ഞുങ്ങളെ 2001 സുനാമി എന്നൊരു വലിയ ദുരന്തം നമ്മുടെ ദേശത്ത്. ഒരുപക്ഷെ നിങ്ങൾ പലരും അത് വായിച്ചിട്ടുണ്ട്, കണ്ടവരാണ്. എന്നേക്കാൾ പ്രായമുള്ള ഒത്തിരി പേരുണ്ട്. നിങ്ങളൊക്കെ അത് ടിവിയിലൊന്ന് കണ്ടിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം ചെയ്യുക. 3 കുഞ്ഞുങ്ങളായിരുന്നു. ഈ സുനാമി വന്ന ദിവസമാണ് 3 കുഞ്ഞുങ്ങളെ അവർക്ക് നഷ്ടപ്പെട്ടത്. ഈ 3 കുഞ്ഞുങ്ങളെ ഒരുമിച്ച് ഒറ്റ ദിവസം കടല് കൊണ്ടുപോയി കേട്ടോ. ദൈവത്തിന് സ്തോത്രം. ഒരു പിതാവും മാതാവും തകർന്നു പോകുന്ന ഒരു അനുഭവം. അത് വായിച്ചപ്പോൾ എനിക്ക് ഒത്തിരി വേദന തോന്നി. 3 കുഞ്ഞുങ്ങൾ ഒരു ദിവസം സുനാമിയിൽ പെട്ട് കടല് കൊണ്ടുപോകുന്ന ഒരവസ്ഥ. ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഒത്തിരി വ്യക്തികൾ അന്ന് മരിച്ചു. സുനാമി ഇന്ത്യയെ ശക്തമായി, പ്രത്യേകിച്ച് തമിഴ്നാടിനെ കേരളത്തെ ഒക്കെ ബാധിച്ച ഒരു വലിയ ദുരന്തമായി. ദൈവത്തിന് സ്തോത്രം. ഈ ദുരന്തം കഴിഞ്ഞ് ഈ അപ്പനും അമ്മയും വീട്ടിലേക്ക് വരുമ്പോൾ തകർന്ന ഒരു മനസ്സോടെ രാജസ്ഥാനിൽ നിന്ന് വർഷങ്ങൾക്ക് മുൻപ് സുവിശേഷ വേലയുള്ള താല്പര്യ നിമിത്തം ഈ ദേശത്ത് വന്ന് സ്കൂളുകളിൽ പഠിപ്പിക്കുമ്പോൾ തന്നെ അനേകരുടെ സുവിശേഷം പറഞ്ഞ് ട്രാക്ടറൊക്കെ കൊടുത്തൊരു കൊച്ചു നിലയിൽ കർത്താവിന്റെ വേല ചെയ്ത് മുന്നോട്ട് പോയ ഈ വ്യക്തികൾ. ദൈവത്തിന് സ്തോത്രം. ഒരു ദിവസം 3 കുഞ്ഞുങ്ങൾ നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ മാതാപിതാക്കൾക്ക് അതിന്റെ വേദന നിങ്ങൾക്കത് ഗ്രഹിക്കാൻ കഴിയും. ദൈവത്തിന് സ്തോത്രം. ഇവർ പറയാം, അന്ന് ഈ ഇതുപോലുള്ള മോർച്ചറി സംവിധാനങ്ങളൊന്നും അവിടെ ഇല്ല. തീരെ ഗ്രാമപ്രദേശങ്ങളാണ്. ഈ 3 കുഞ്ഞുങ്ങളെ അടക്കിയത് ഈ അപ്പനും അമ്മയും ചേർന്ന്. നിങ്ങൾ ശ്രദ്ധിച്ച്, കുഴിയെടുത്ത് നമ്മളൊന്നും അങ്ങനെയുള്ള അനുഭവങ്ങളിലൂടെ പോയിട്ടില്ല. ദൈവത്തിന് സ്തോത്രം. 3 കുഞ്ഞുങ്ങളെ ഒരു ദിവസം കുഴിയെടുത്ത മണ്ണിനകത്ത് കുഴിച്ച് അവരെ വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ തകർന്ന മനസ്സോടെ അവരായിരുന്നു. 3 ദിവസം തമ്മിൽ കണ്ണോട് കണ്ണ് നോക്കിയിരുന്നു. ഒരു വാക്കും വേണ്ടിയില്ല. ആഹാരം കഴിച്ചില്ല, വെള്ളം കുടിച്ചില്ല. മാനസിക നില തെറ്റുന്ന ഒരവസ്ഥയിൽ. ദൈവത്തിന് സ്തോത്രം. ഒന്ന് കരയാൻ പോലും കഴിയാതെ അന്നത്തെ ആ മാനസിക അവസ്ഥ എനിക്കത് ഊഹിക്കാൻ കഴിയുമേ. 3 കുഞ്ഞുങ്ങളെ മണ്ണിനകത്ത് വെട്ടിയെടുത്ത കുഴിക്കകത്ത് അടക്കിയിട്ട് വീട്ടിൽ വന്ന ഒരു അപ്പന്റെ അമ്മയുടെ വേദന നമുക്ക് മനസ്സിലാകും. ദൈവത്തിന്റെ സ്തോത്രം. 3 ദിവസം അവർ തമ്മിൽ ഒരു വാക്ക് വേണ്ടിയില്ല. ആഹാരം കഴിച്ചില്ല, വെള്ളം കുടിച്ചില്ല. തകർന്നൊരു മനസ്സോടെ ആ മുറിക്കകത്തിരിക്കുക. 3-ാം ദിവസം ദൈവത്തിന് സ്തോത്രം ആ ഭർത്താവ് അറിയാതെ കരയാൻ തുടങ്ങി. കരഞ്ഞു വന്നപ്പോ ഇങ്ങനെ ചോദിച്ചു, ദൈവം എന്താ നമ്മളോട് ഇങ്ങനെ ചെയ്തേ? ദൈവം എന്താ? ഇന്ന് രാത്രി നമ്മൾ ചിന്തിക്കുന്ന വാക്യം, ദൈവത്തെ സ്നേഹിക്കുന്നവർക്കും നിർണയപ്രകാരം ഈ വാക്യമാണ് എടുത്ത് ചോദിച്ചത്. നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്കും സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നല്ലേ? അങ്ങനെയല്ലേ വാക്യം? സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. ഈ വാക്യം എടുത്ത് ചോദിച്ചിട്ട് ഭാര്യയോട് ചോദിച്ച്, ദൈവത്തിന് ഇങ്ങനെ നമ്മളോട് ചെയ്ത് എല്ലാം വിട്ട് ഇവിടെ വന്ന് ചെറിയ നിലയിൽ കർത്താവിന്റെ വേല ചെയ്ത് ദൈവനാമത്തിന് എങ്ങനെയെങ്കിലും പ്രയോജനപ്പെടണമെന്ന് ആഗ്രഹിച്ച് ദൈവത്തിന് സ്തോത്രം ഈ ദേശത്ത് വന്ന് അനേക കുഞ്ഞുങ്ങളെ ഫീസ് കൊടുത്ത് നമ്മൾ പഠിപ്പിക്കും
പഠിപ്പിക്കുക. അവർക്ക് കിട്ടുന്ന ശമ്പളം കൊണ്ട് അനേക കുഞ്ഞുങ്ങളെ സ്കൂളിൽ അവർ പഠിപ്പിക്കുകയാണ്, അനേകർക്ക് ട്രാക്റ്റുകൾ കൊടുക്കുക. പക്ഷെ ഇത് നന്മയ്ക്കാണോ? ഇത് നന്മയ്ക്കാണോ? ഞാൻ സത്യം പറഞ്ഞ് ചിന്തിച്ചു പോയി. അത് നന്മയ്ക്കാണോ? ദൈവം അനുവദിച്ചത് നന്മയ്ക്കാണോ? അവർ രണ്ടുപേരും ഒത്തിരി കരഞ്ഞു. മൂന്നാം ദിവസം കരഞ്ഞത് കേട്ടോ. കാരണം ആ മാനസിക സമ്മർദ്ദം അവരെവില്ലാതെ തളർന്നു. കരഞ്ഞ് 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 ഒത്തിരി മുന്നോട്ട് പോയപ്പോൾ ആ ഭാര്യ ഇങ്ങനെ പറഞ്ഞു, മച്ചാ, സകലവും നന്മയ്ക്കാണ്. ദൈവം നടത്തിയ വിധങ്ങളൊക്കെ മാഗസിനിൽ അവരെ ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സമയമില്ലാത്തതുകൊണ്ട് ഞാനത് പറയുന്നില്ല. പക്ഷെ ഇന്ന് 170 കുഞ്ഞുങ്ങളെ അവരെടുത്ത് പഠിപ്പിക്കുകയാണ്. ദൈവത്തിന്റെ സ്തോത്രം. കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടതിന്റെ വേദന അവർക്കറിയാം, അതിന്റെ ഹൃദയഭാരം അവർക്കറിയാം. പക്ഷേ അവര് അതിനകത്ത് എഴുതിയിരിക്കുക, ആ നഷ്ടമാണ് ഈ ഒരു ലാഭമായി ഞങ്ങളുടെ ജീവിതത്തിൽ മാറാനിടയായി തീർന്നത്. 170 കുഞ്ഞുങ്ങൾ ഇന്ന് പഠിക്കുന്ന ദൈവത്തിന്റെ സ്തോത്രം, അവരെ ആശ്വാസം പ്രാപിക്കുന്ന ഷെൽട്ടർ ഹോമുകളായി അവരുടെ ഭവനങ്ങൾ മാറിയതിന്റെ പിന്നിൽ ഒരു തകർച്ചയായിരുന്നു. അപ്പൊ ദൈവം ആ മുള്ള അനുവദിച്ചില്ലായിരുന്നെങ്കിൽ ഇതുപോലൊരു വിശാലമായ ഒരു ആത്മീക പ്രവർത്തനം ഒരിക്കലും അവരുടെ ജീവിതത്തിൽ. എന്നിട്ട് ആ സഹോദരി അവസാനം എഴുതിയിരിക്കുക, ദൈവത്തെ സ്നേഹിക്കുന്നവർക്കും നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്കും ചിലതല്ല, സകലവും നന്മയ്ക്കായി. സകലവും നന്മയ്ക്കായി. ഞാൻ സാക്ഷ്യം വായിച്ച് കുറെ നേരം ഇങ്ങനെ എന്ത് പറയണമെന്നറിയാം, തിരുത്തു പോയി. അങ്ങനെയൊക്കെ ദൈവത്തിന്റെ മനുഷ്യരെ ഉപയോഗിക്കാൻ കഴിയുമോ? ഉപയോഗിക്കാൻ കഴിയും. ദൈവം നമ്മുടെ തകർച്ചകളാണ് ദൈവം പലപ്പോഴും ഉപയോഗിക്കുന്നത്. നമ്മുടെ വേദനകളാണ് നമ്മളെ പലപ്പോഴും ദൈവം ഉപയോഗിക്കുന്നത്. ദൈവത്തിന്റെ സ്തോത്രമേ, ശോധനകളാണ് ദൈവം നമ്മെ ഒരുക്കിയെടുത്ത് അനേകർക്ക് ആശ്വാസം പറയുവാൻ. ഇപ്പൊ ഒരാൾ വന്ന് എനിക്കൊരു ജോലി വേണം, പ്രാർത്ഥിക്കണം എന്ന് നിങ്ങളോട് പറയുമ്പോൾ വേദനയോടെ പ്രാർത്ഥിക്കണമെങ്കിൽ നിങ്ങൾ ആ ജോലിയുടെ വേദന എന്താണ് അറിഞ്ഞവരായിരിക്കണം, അല്ലേ? ദൈവത്തിന്റെ സ്തോത്രം. എനിക്ക് 2 മാസമായി ശമ്പളം കിട്ടിയിട്ടെന്ന് ഒരു സഹോദരൻ വന്ന് പറയുമ്പോൾ നിങ്ങൾ അതിനുവേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണമെങ്കിൽ ഒരു 3 മാസം ശമ്പളമെങ്കിലും നിങ്ങളുടെ മുടങ്ങണം. എന്നാലേ ആ വേദന നമ്മുടെ ചിലരെ തേജസ്സോടെ നിർത്തണമെങ്കിൽ ദൈവം ചിലതൊക്കെ ജീവിതത്തിൽ അനുവദിക്കും. പക്ഷെ ഇന്ന് രാത്രി പറഞ്ഞ സകലവും നന്മയ്ക്കായി. നിങ്ങളത് വിശ്വസിക്കുന്നുണ്ടോ? സകലവും. കാരണം എന്തിനാ ഇത് ദൈവം അനുവദിക്കുന്നതെന്ന് ചോദിച്ചാൽ പൗലോസ് പറയുന്നത് അടുത്ത ദിവസങ്ങളെ ചിന്തിക്കും. മുൻ നിയമിച്ചവരെ വിളിച്ചവരെ നീതീകരിച്ചവരെ തേജസ്കരിക്കുവാൻ. ഹല്ലേലൂയ. ആ പ്രക്രിയ നമ്മിൽ വെളിപ്പെടുത്തുവാൻ ദൈവത്തിന്റെ സ്തോത്രം. 29-ാം വാക്യം കൂടെ വായിച്ച് നമുക്ക് നിർത്താം. അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേക സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ. ശ്രദ്ധിക്കണം, ദൈവം ചെലവ് അനുവദിക്കുന്നതിന്റെ പിന്നിലുള്ള ഒരു ലക്ഷ്യം നമ്മൾ ആരെ പോലാകണം? യേശുവിനെ പോലാണ്. ദൈവത്തോട് അനുരൂപരാകുവാൻ. ഹല്ലേലൂയ. ഇന്ന് രാത്രി എത്ര പേര് ആഗ്രഹിക്കത്താവേ അങ്ങനെ ഒരു അനുഭവം എന്റെ ജീവിതത്തിൽ വെളിപ്പെടുത്തണമേ. ദിവസങ്ങൾ നമ്മൾ ഈ വചനം തുടർന്ന് ചിന്തിക്കുമ്പോൾ സകലവും നന്മയ്ക്കെന്ന് പറയുന്നതിന്റെ ഉദ്ദേശം ഇതാണ്. ആ ചില അനുഭവങ്ങളാണ് നമ്മെ ക്രിസ്തുവിൽ തികഞ്ഞവരായി തേജസ്സോടെ നിർത്തുവാനിടയായി തീരുന്നത്. ഹല്ലേലൂയ. ഇന്ന് രാത്രി എത്ര പേർ വിശ്വസിക്കും കർത്താവിനെ പോലെ ആകണം? കർത്താവിന്റെ സ്വഭാവത്തെ അനുകരിക്കുന്നവരായി തീരണം. ക്രിസ്തുവിനെ അനുകരിക്കുന്നവരായി മാറണം. ഹല്ലേലൂയ. യേശുവെ പോലെയാകുവാൻ, യേശുവിൻ വാക്കു കാക്കുവാൻ, യേശുവെ നോക്കി ജീവിപ്പാൻ ഇവയെ കാക്ഷിക്കുന്നു ഞാൻ. യേശുവെ നോക്കി ജീവിപ്പാൻ ഇവയെ കാക്ഷിക്കുന്നു ഞാൻ. ഉറപ്പിക്കന്നെ നാഥ, നിറയ്ക്കായ എന്നെ ശുദ്ധാ ക്രിസ്തൻ മഹത്വത്താലെ ഞാൻ മുറ്റും നിറഞ്ഞു ശോഭിപ്പാൻ. ക്രിസ്തൻ മഹത്വത്താലെ ഞാൻ മുറ്റും നിറഞ്ഞു ശോഭിപ്പാൻ.
ജീവിതത്തിൽ ദൈവം അനുവദിക്കുന്ന എല്ലാ നന്മയ്ക്കാണെന്ന് തിരിച്ചറിയുക. കർത്താവിനോട് ചേർന്നിരിക്കാൻ കൃപയും ദിവസം ഞങ്ങൾക്ക് നൽകി. ഞങ്ങളെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതികൾ ഞങ്ങളുടെ ജീവിതത്തിൽ നിറവേറുന്നു. അത് മാത്രം ഞങ്ങളുടെ മഹത്വം, ഞങ്ങളുടെ നാമം മാത്രം ഞങ്ങളുടെ ഉയരണം. വചനത്തിന് മുൻപിൽ ഇന്ന് രാത്രി നമ്മെ സമർപ്പിക്കാം. ദൈവത്തോട് നമുക്ക് ഇന്ന് രാത്രിയിൽ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ.